Good morning to all. Today we discussed about operating profit ratio. The operating profit ratio is the relationship between operating profit and net sale. In the previous class we discussed about operating ratio. The operating ratio is the relationship between operating cost and sale. In case of operating profit ratio, it shows the relationship between operating profit and sales. That means നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, അതേപോലെ തന്നെ സെയിൽസ് എത്ര വരുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യുന്നത് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിലും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ അപ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞു നമ്മൾ റിലേഷൻഷിപ്പ് എന്താണോ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് നമ്മൾ ചെയ്യാറ്. സോ ഇതിൻ്റെ അകത്ത് ഈ റേഷ്യോസ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് പെർസെൻറ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കാമെന്ന്. സോ നമ്മൾ എന്തിൻ്റെ റിലേഷൻഷിപ്പാണോ പറഞ്ഞത് അത് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ വരിക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ് ഇക്വേഷൻ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എടുക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. സോ അതിൽ നിന്ന് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് നെറ്റ് സെയിൽ. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഫുൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇതൊക്കെ കുറിച്ചാണ്. സോ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ റിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് സെയിൽ. സോ അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനെല്ലാത്തിനും നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 60% ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ 60%, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ നോക്കുന്നത് 40% ആണ്. സോ നമ്മുടെ ആൻസർ 40 നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ലെവലോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ലെവൽ എങ്ങനെയാണ്, ബാലൻസ്ഡ് ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് ഗുഡ് കണ്ടീഷനാണ്. സോ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് കിടക്കണം. അപ്പോൾ ഒരു പ്രോബ്ലമാണ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. സെയിൽസ് ലെസ് റിട്ടേൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാൻ ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എന്തൊക്കെയാണ് വരുന്നത്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ് ഒക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു പ്രോബ്ലം ചെയ്ത് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സൊല്യൂഷനാണ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൊല്യൂഷനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഇക്വേഷൻ എഴുതണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ അതായത് ദാറ്റ് മീൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക,
നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ആൻസർ ആണ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഡെബിറ്റ് സൈഡ് ഐറ്റം ക്രെഡിറ്റ് സൈഡ് ഐറ്റം ഉണ്ട്. ക്രെഡിറ്റ് സൈഡ് ഐറ്റത്തിൽ നിന്ന് ഡെബിറ്റ് സൈഡ് ഐറ്റം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾക്ക് എന്തെന്ന് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ സെയിൽസ് റിട്ടേൺ അതിൽ നിന്ന് നമ്മുടെ ഈ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നിങ്ങളപ്പോൾ അത് തന്നെ ഒന്ന് തിങ്ക് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് ചിന്തിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് ലെസ് എമൗണ്ട് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, അതായത് ക്രെഡിറ്റ് സൈഡ് വലിയൊരു എമൗണ്ടും ഡെബിറ്റ് സൈഡിൽ ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇൻ കേസ് ഓഫ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് ചിന്തിക്കുക. നമ്മൾക്ക് സെയിൽസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ നമ്മുടെ പ്രോബ്ലത്തിൽ സെയിൽസ്, ദാറ്റ് മീൻസ് സെയിൽസ് ലെസ് എമൗണ്ട് ആണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ അപ്പോൾ നെറ്റ് സെയിൽ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. നെറ്റ് സെയിലിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സോ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 8 lakh തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട് 5,16,000 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. സോ ആ 2 എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 15,000 30,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര കിട്ടുക, 8 lakh മൈനസ് 5,16,000 മൈനസ് 15,000 മൈനസ് 13,000 ചെയ്യുമ്പോൾ നമുക്കൊരു 1,16,000 കിട്ടും. സോ 1,16,000 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നെറ്റ് സെയിൽസ് ആണ്. സോ നെറ്റ് സെയിൽസ് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. നമ്മുടെ പ്രോബ്ലത്തിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സെയിൽസ് ലെസ് റിട്ടേൺ 8 lakh എന്ന്. സോ നമ്മുടെ എങ്ങനെയാണ് വരാം, നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്കൊരു 1,16,000 നെറ്റ് സെയിൽ നമുക്ക് 18,000 കിട്ടിയിട്ടുണ്ട്. 8 lakh കിട്ടിയിട്ടുണ്ട്. സോ 1,16,000 ഡിവൈഡഡ് ബൈ 8 lakh ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ 20 ആണ്. സോ 20% എന്നാണ് കാണിക്കേണ്ടത്. നമ്മളിത് പെർസെൻറ്റേജ് അല്ലേ കണ്ടുപിടിക്കണം, ഇൻറ്റു 100 ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ആൻസറും പെർസെൻറ്റേജിലായിരിക്കണം കാണിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ 20% ആണ്. സോ നമ്മൾ പറഞ്ഞിരുന്നത് എത്രയാണ്, നമ്മുടെ റേറ്റ് പറഞ്ഞത് 14 ആണ്. സോ നമ്മുടെ ആൻസർ 20% ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ പറഞ്ഞത് 14 ആണ്. സോ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ബിലോ ദ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് ഇൻ്റർപ്രിറ്റേഷനായിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും സൊല്യൂഷനും വരുന്നത്.